വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആ ഒരു കുട്ടികളെയും കൊണ്ട് ശിവനാണെങ്കിൽ പോയതിന് ശേഷം സത്യഭാമ അവിടെ ഉമ്മർത്ത് നിൽക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കയ്യിൽ ആ ചിതാഭസ്മം ഉണ്ട്. പക്ഷേ അതൊരു കവറിൽ വെച്ചിങ്ങനെ ശാലിനി ഇങ്ങനെ മടക്കി ഒരു നെഞ്ചോട് ചേർത്ത് തന്നെ ശാലിനി അത് പിടിച്ചിരിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതെ ശാലിനി പെട്ടെന്ന് ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഭാമ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ ശാലിനി തിരിഞ്ഞാണ് നിൽക്കുന്നത്, അകത്തേക്ക് നോക്കിയിട്ട്. ഭാമ അതിനും പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അന്നേരം എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിഷ്ണുവേട്ടൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോയി എന്നാണെന്ന് തോന്നുന്നു ശാലിനിയോട് പറയുന്നത്. അന്നേരം വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ഭാമ ഇങ്ങനെ സന്തോഷത്തോടെ ആകാംക്ഷയോട് ചോദിക്കുകയാണ്. ശാലിനി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴി നിൽക്കുന്നതാണ്. അവർ ചില സംശയങ്ങൾ പറഞ്ഞു എന്നിങ്ങനെ ശാലിനി പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. അന്നേരം നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കുകയൊന്നും വേണ്ട, അവൻ കറങ്ങി തിരിഞ്ഞിങ്ങി വരും, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ ഒരു കയ്യിലിരിക്കുന്ന ആ ചിതാഭസ്മത്തിലേക്ക് നോക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശാലിനി അങ്ങ് ഭാമയ്ക്ക് മുഖം കൊടുക്കാതെ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ കണ്ടു കിട്ടാത്തുള്ള വിഷമമായിരിക്കുമെന്നാണ് ഭാമ അവിടെ വിചാരിക്കുന്നത്. അതിനുശേഷം റൂമിലേക്ക് ചെന്ന ശേഷം ശാലിനിയാണെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ ഒരു ചിതാഭസ്മം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ തറയിലിരുന്ന് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും കുട്ടികളെയും കൊണ്ട് വിഷ്ണുവേട്ടനില്ലാതെ എന്നും പറഞ്ഞ് അങ്ങ് പൊട്ടി കരയുകയാണ് ചെയ്യുന്നത്. കരഞ്ഞ് നിലവിട്ട് നല്ല രീതിയിൽ ഉച്ചത്തിൽ കരയുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെന്ന് തോന്നുന്നു ശാരദാമ്മ മുറിയിലേക്ക് വരുന്നത്. അന്നേരം ശാരദാമ്മയോട് ഇത് ശാലിനി പറയുന്നുണ്ടാവണം. ശാരദാമ്മ നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ ചിതാഭസ്മം ഇരിക്കുന്ന കാണുകയാണ്. ശാലിനിയുടെ സംസാരം കൂടി ആകുമ്പോൾ ശാരദാമ്മയ്ക്ക് അവിടെ കാര്യം മനസ്സിലാവുകയാണ്. ശാരദാമ്മയും ആകെ ഷോക്കായിട്ട് ആ ഒരു ചിതാഭസ്മം ഇങ്ങനെ എടുത്തിട്ട് ശാരദാമ്മയ്ക്കും വാക്കുകളൊന്നും വരുന്നില്ല. ആ ഒരു ശബ്ദമൊന്നും വരാതെ ഇങ്ങനെ ആ ഒരു കരച്ചിലിൻ്റെ വക്കിൽ ഇങ്ങനെ മനസ്സ് തകർന്ന് നിൽക്കുകയാണ് ശാലിനിയുടെ ആ ഒരു അവസ്ഥയും കണ്ടിട്ട്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഓരോ തൻ്റെ ഒരു അവസ്ഥ എന്ന പോലെ തൻ്റെ മകൾക്കും വന്നു എന്നുള്ള രീതിയിൽ ശാരദാമ്മ അവിടെ വിഷമിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികളെ കൊണ്ട് അവരെ ആ ഒരു കർമ്മം ചെയ്യിപ്പിക്കുമായിരിക്കും. പിന്നീട് ഈ വിഷ്ണുവിൻ്റെ ഹൃദയം കൊടുത്തത് ആർക്കാണ് എന്നുള്ള ആ ഒരു അന്വേഷണത്തിൽ രേഷ്മ ചെന്ന് നിൽക്കുന്നത് ശിവനിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇതുവരെ കണ്ട ഒരു സിമിലാരിറ്റീസൊക്കെ തോന്നിയതും ഒക്കെ, വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ തോന്നിയതും ഒക്കെ. അന്നേരം നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പം കാണാം. ഓക്കെ, താങ്ക് യു.